श्रीहरये नमः। नारायण अखिलगुरो भगवन्नमस्ते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 59ാമത്തെ ദശകമാണ് വേണുഗാനം. അതിലെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 21ാമത്തെ അധ്യായമാണ് ഇതില് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ വൃത്തം രഥോദ്ധത എന്ന വൃത്തമാണ്. നമ്മൾ ഇതിനു മുൻപ് ഏകദാധതിവിമാധകാരിണീം എന്ന് പറഞ്ഞ് ഒരു ദശകം പഠിച്ചിട്ടുണ്ട്. അതേ വൃത്തമാണ് ഇവിടെ. തദ്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരസിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹുരന്വഹം സ്ത്രീയഃ. ഇതെന്താ പറഞ്ഞത്? ത്വദ്വപുഃ നവകളായ കോമളം പ്രേമദോഹനം അശേഷമോഹനം ബ്രഹ്മ തത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹു അന്വഹം സ്ത്രീയഃ. ഇതൊക്കെയാണ് പദങ്ങൾ. പറയാണ് ത്വദ്വപുഃ, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ ശരീരം, ആ ശരീരത്തിനെ എന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള ശരീരം? നവകളായ കോമളം. നവം പുതിയത്, കളായം എന്ന് പറഞ്ഞാൽ കായാമ്പു. കായാമ്പു പോലെ കോമളം മൃദുവാണ്. പുതിയ പൂത്തു നിൽക്കുന്ന ആ കായാമ്പുവിന്റെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരം. മാത്രമാണോ? പ്രേമദോഹനം, കാണുന്നവരുടെ മനസ്സിൽ പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നത്. ആരെങ്ങനെ കാണുന്നുവോ അവരിൽ ആ പ്രേമഭക്തി ഉണ്ടാക്കുന്നതാണ്. പോരാ, ആശേഷമോഹനം, കാണുന്നവരെ മോഹിപ്പിച്ചു നിർത്തുന്നതായ തദ്വപുഃ അങ്ങയുടെ ശരീരം. അങ്ങയുടെ ശരീരത്തെ എന്തൊക്കെ പറയാം? ആദ്യം പറഞ്ഞു നവകളായ കോമളം എന്ന്, പുതിയ കായാമ്പുവിനെ പോലെ മൃദുലമാണ് എന്ന്. പ്രേമദോഹനം, കാണുന്നവർക്ക് പ്രേമത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന്. മാത്രമല്ല അശേഷമോഹനം, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ളതുമായ ത്വദ്വപുഃ അങ്ങയുടെ ശരീരം അതെന്താണ് എന്ന്. തത്വപരചിന്മുദാത്മകം, തത്വപരചിന്മുദാത്മകം എന്ന് പറഞ്ഞു. അത് എങ്ങനെ? ഭഗവാന്റെ ആ തിരുവുടലിനെ എങ്ങനെ കണ്ടു? സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമായിട്ട് കാണുകയാണ്. എങ്ങനെയൊക്കെയാണ്? പരചിത്ത്, ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, മുദ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അത് പരചിന്മുദാത്മകം, തത്വം എന്ന് പറഞ്ഞാൽ സത്യം. അപ്പൊ എന്തായി? തത്വപരചിന്മുദാത്മകം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപം നടക്കും. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ എന്താ കാരണം? ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ആ രൂപത്തെ ആദ്യമേ നാരായണ ഭട്ടതിരി നമ്മുടെ മുമ്പിൽ പറഞ്ഞു, സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന്. സാന്ദ്രമായ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് ബ്രഹ്മതത്വം, അത് സത്തായിട്ടുള്ള ബ്രഹ്മ തന്നെയാണ്, അതാണ് ഗുരുവായൂരിൽ വസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ലളിത കളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പുണ്യ. അല്ലെ, നമ്മളെ ആ ശ്ലോകത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞു ലളിത കളായാവലി കേളികാരം, സോഫ്റ്റ് ആയിട്ടുള്ള കായാമ്പുവിന്റെ വർണ്ണത്തോടു കൂടിയിരിക്കുന്ന, കായാമ്പുവിന്റെ മൃദുലതയോട് കൂടിയിരിക്കുന്ന ശരീരം, കായാമ്പു നിറമേനി, അത് വളരെ മിനുമിനുപ്പുള്ളതായ ശരീരം, അതുകൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് അവസാനം പറഞ്ഞു ഏവം ഭൂതമനോജ്ഞദാനവസുദാനിസ്യന്ത സന്തോഹനം ദ്രൂപം പരജിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം എന്നാണ് പറഞ്ഞു തന്നത്.
ഏവം ഭൂത മനോജ്ഞത നവസുത നിശ്യന്ത സന്തോഹനം എന്ന് പറഞ്ഞു. ഇങ്ങനെ മനോജ്ഞം വളരെ മനോഹരമായിട്ടുള്ളതും നവസുധ പുതിയതായ അമൃതിനെ നിശ്യന്ത സന്തോഹനം ഒഴുക്കുന്നതുമായിട്ടുള്ള ത്വദ്രൂപം. അതെങ്ങനെയാണ്? പരചിദ്രസായനം, അത്യധിക സച്ചിദാനന്ദ സ്വരൂപം എന്നൊക്കെ ആദ്യം വർണ്ണിച്ചു കഴിഞ്ഞു. അതിനെ തന്നെ വീണ്ടും ഇവിടെ പറയാണ് തത്വപരചിന്മുദാത്മകം. സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം. അതെന്താണ്? ബ്രഹ്മ. അത് ബ്രഹ്മതത്വമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ബ്രഹ്മാണ്, പരബ്രഹ്മ സ്വരൂപമാണ്. ആ ബ്രഹ്മത്തെ എന്താ ഭാഗ്യം ഇവര് ഗൂഢരൂപേണ മനുഷ്യരൂപേണ ചരതി അല്ലേ? ഗൂഢം മനുഷ്യലിംഗം. ഗൂഢമായിട്ട് ആ ബ്രഹ്മസ്വരൂപം മനുഷ്യരൂപത്തിലാണ് ഇവരുടെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപത്തെ, സച്ചിദാനന്ദ സ്വരൂപത്തെ അന്വഹം അന്വഹം എന്ന് പറഞ്ഞ അഹനി അഹനി അവീഭാവ ശ്വാസത്തിൽ പറയാണ്. അന്വഹം ദിനം തോറും, ദിവസം തോറും, വീക്ഷ്യ കണ്ടിട്ട്, ദിവസം തോറും കാണുന്നതായ അവർ മുസമ്മുമുഹുഹു മോഹിച്ചു പോയത്രേ ഈ ഗോപവനിതകള്. അല്ല പറ, ഗോപവനിതകള് മോഹിച്ചു, അതിൽ മോഹിതരായി വശീകരിക്കപ്പെട്ടു ഭഗവാനാണ്. അതാണ് കാര്യം. പുതിയ കായാമ്പുവിന്റെ മൃദുലത വഹിക്കുന്നതും നിറം ആർന്നതും പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നതും സർവജനങ്ങളെയും മോഹിപ്പിക്കുന്നതുമായ അങ്ങയുടെ തിരുവിടൽ അതേതാണ്? തത്വപരചിന്മുദാത്മകം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണത്. അതിനെ അന്വഹം ദിവസം തോറും വീക്ഷ്യ കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ ഗോപവനിതകള് എന്ത് ചെയ്തു? സമ്മുമുഹുഹു മോഹത്തെ പ്രാപിച്ചു എന്ന്. അതായത് ഭഗവാന്റെ ആ സ്വരൂപം കണ്ടുകൊണ്ട് നാൾക്ക് നാൾ ആ ഗോപവനിതകൾക്ക് ഭഗവാനിൽ ആകൃഷ്ടചിത്തരായി. ബ്രഹ്മസ്വരൂപത്തെ ഒരിക്കൽ അനുഭവിച്ച ഒരുവന് പിന്നെ ആ ബ്രഹ്മസ്വരൂപം അല്ലാത്തതൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതാണ് യോഗികൾക്ക് ബ്രഹ്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിയിലുള്ള ഒരു വസ്തുക്കളും അവരെ ആകർഷിക്കുകയില്ല എന്നാണ്. ആ ബ്രഹ്മസ്വരൂപമാണ് ഇവരുടെ ഇടയിൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന, ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപവനിതകൾക്ക് മറ്റൊന്നിലും താല്പര്യമില്ലാതായി. ഭഗവത് സ്വരൂപം മാത്രമായിരുന്നു ധ്യാന വിഷയം എന്നാണ്. അതുകൊണ്ടാണ് അവർ യോഗിഗമ്യ പദവിയിലേക്ക് എത്തിയത്. അവർ യോഗത്തിന് വേണ്ടി യോഗാഭ്യാസം ചെയ്തില്ല, മറ്റ് വേദാധ്യയനം ചെയ്ത് യാഗാദി കർമ്മങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ അന്വഹം എപ്പോഴും ഭഗവത് ചിന്തയാ, ഭഗവാനെ മാത്രം ചിന്തിച്ച് അവരെന്ത് ചെയ്തു? യോഗികൾക്ക് പോലും ലഭിക്കാത്ത ആ പരമാനന്ദ നിർവൃതിയെ പ്രാപിച്ചു എന്ന് പറയാൻ പോവാണ് നമ്മുടെ എന്തില് രാസക്രീഡ വരുമ്പോ. അപ്പൊ അതിന് മുൻപായിട്ട് പറയാണ്, അവരെന്നും ഭഗവത് സ്വരൂപത്തെ കണ്ട് ഭഗവാനാൽ അങ്ങോട്ട് വശീകരിക്കപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു. അവരുടെ മുമ്പിൽ വേറൊന്നും അവരെ ആകർഷിക്കത്തക്കതായിട്ടുണ്ടായില്ല. ആ ഭഗവത് സ്വരൂപം മാത്രമാണ് അവർക്ക് ആകർഷകമായി തോന്നിയിരുന്നത് എന്ന്. എന്തൊക്കെ പറഞ്ഞു? നവകളായ കോമളം, പ്രേമദോഹനം, അശേഷമോഹനം, ത്വദ്വപുഹു. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശരീരത്തിനെ, അങ്ങയുടെ തിരുവുടലിനെ എന്നാ പറഞ്ഞത്. അതെങ്ങനെ? തത്വപരചിന്മുദാത്മകം, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മതത്വം തന്നെയായിരുന്നു അത്. അതിനെ അന്വഹം വീക്ഷ്യ എപ്പോഴും ദിവസം തോറും കണ്ട് സ്ത്രീയ സമ്മുമുഹുഹു സ്ത്രീകൾ അതില് മോഹിച്ചു വശായി. ഒരു നേരമെങ്കിലും ആ ഭഗവത് സ്വരൂപത്തെ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ള മട്ടിലേക്ക് എത്തിച്ചേർന്നു. ആദ്യം പറയണം എന്താണ്? നവകളായ കോമളം, പ്രേമദോഹനം, അശേഷമോഹനം, ത്വദ്വപുഹു, തത്വപരചിന്മുദാത്മകം ബ്രഹ്മ അന്വഹം വീക്ഷ്യ സ്ത്രീയ സമ്മുമുഹുഹു. സ്ത്രീകൾ അങ്ങോട്ട് മോഹിച്ചു വശായി എന്ന. തദ്വപുർനവകളായ കോമളം, പ്രേമദോഹനമശേഷമോഹനം, ബ്രഹ്മതത്വപരചിന്മുദാത്മകം
സമ്മുമുഹുരന്വയം അന്വഹം സ്ത്രിയഃ സമ്മുമുഹുഹു എന്ന് പറഞ്ഞ മുമോഹ മുമുഹതുഹു മുമുഹുഹു എന്ന ലിറ്റിൽ കാലത്തിൽ പ്രയോഗിച്ചു. അവർക്ക് എപ്പോഴും ഭഗവത് ചിന്ത അല്ലാതെ മറ്റൊന്നില്ല. ഭഗവാനെ വേർപെട്ടുള്ള ഒരു ചിന്ത അവർക്കില്ല. ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യവും അവർക്കുണ്ട്. അതുകൊണ്ട് ഭഗവാനെ കാണാത്ത ഓരോ നിമിഷവും അവർക്ക് ഓരോ യുഗമായിരുന്നു എന്നാണ്. ഭാഗവതത്തിൽ പറഞ്ഞു ത്രുടിർ യുഗായതേ, ഒരു ത്രുടി പോലും അവർക്ക് യുഗം പോലെ തോന്നിയത്ര. ഒരു ത്രുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൊടുക്കുന്ന നേരം. അപ്പൊ അതുകൊണ്ട് രാവിലെ കാട്ടിലേക്ക് പോകുന്നത് പോലും ഗോപസ്ത്രീകൾക്ക് പരവേശം ഉണ്ടാക്കിയത്രേ. ഭഗവാനെ കാണാതെ ഒരു നിമിഷം അവർക്ക് കഴിച്ചു കൂട്ടാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നാണ്. അതാണ് പ്രേമഭക്തിക്കുള്ള പ്രത്യേകത. ഭക്തി വിട്ടപ്പോ എപ്പോഴും ഭഗവത് സ്മരണയാണ്. ഭഗവത് സ്മരണ വിട്ടൊഴിഞ്ഞൊല്ലൊരു കാര്യം അല്ലെ. കുറച്ചു നേരം ഭഗവത് സ്മരണ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചക്രവർത്തി പദം തന്നെ തരാമെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടാന്ന് പറയും. കാരണം ആ ഭഗവത് സ്മരണയ്ക്ക് അത്രത്തോളം ആകർഷകമാണ്. മന്നധോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകനരദാസ്തദസ്തദഃ ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ. എന്തായത്? മന്മദോന്മഥിതമാനസാഹ ക്രമാത് ത്വദ്വിലോകനരദാഃ തദസ്തദഃ തദഃ ഗോപികാഃ തവ ന സേഹിരേ ഹരേ കാനനോപഗതിം അഭി അഹർമുഖേ. എന്താ പറഞ്ഞത്? ഹേ ഹരേ എന്ന് വിളിക്കുകയാണ്. ഹരേ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ പല സന്ദർഭത്തില് നമുക്ക് നമ്മൾ ഇന്നലെ വായിച്ചു പറഞ്ഞു ഹരേ ഹരേ ഹേ എന്ന് പറഞ്ഞു അല്ലയോ. ഹരേ ഹരിച്ചു തന്നാലും നമ്മളുടെ രോഗങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു. ഇവിടെ ഹരേ എന്ന് പറഞ്ഞാൽ അപഹരിക്കുന്നവൻ എന്നർത്ഥം. മനസ്സിനെ മുഴുവൻ അപഹരിക്കുന്നവനാണെന്ന് മോളിൽ പറഞ്ഞല്ലോ. ഗോപികാഹ അന്വയം സമ്മുമുഹുഹു എന്ന് പറഞ്ഞു. ഗോപികമാർ അങ്ങോട്ട് മോഹിച്ചുപോയി, ഭഗവാന്റെ വശത്തായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതായ ആ ഹരി കാണികളുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കുന്നവനായ ഹേ ഹരേ ഗുരുവായൂരപ്പ. മന്മഥോന്മഥിത മാനസാഹ, മന്മഥനാൽ മഥിക്കപ്പെട്ട മാനസത്തോടു കൂടിയവരായി അവര്. കാമദേവനാൽ മനസ്സ് മഥനം ചെയ്യപ്പെട്ടു, കാമപരവശരായി. ഭഗവാനെ കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ട മദനോന്മത്തന്മാരായി തീർന്നു ആ ഗോപികമാർ മുഴുവൻ. അതുകൊണ്ട് ഗോപികാഹ, ആ ഗോപികമാര് ക്രമാത്, ക്രമത്തിൽ പതുക്കെ പതുക്കെ, തദഃ അപ്പ പിന്നെ എന്നർത്ഥം. ക്രമാ തദഃ തദഃ, ആ കാമപാരവശ്യം മൂത്തവരായ ഗോപികമാര് പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? ത്വദ്വിലോകനരതാഃ, അങ്ങയെ കാണുന്നതിൽ തന്നെ മുഴുകിയവരാണ്. ഭഗവാനെ കാണണം ഭഗവാനെ കാണണം ഭഗവാനെ കാണണം, ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതില് രഥന്മാരായി, അതിലങ്ങോട്ട് മുഴുകി ഭഗവാന്റെ സൗന്ദര്യത്തെ കാണാൻ കൊതി പൂണ്ടവരായി തീർന്നു. അങ്ങനെയുള്ളവർക്ക് എന്തായി? ഭഗവാൻ രാവിലെ ആവുമ്പോ പശുക്കളെയും കൊണ്ട് മേയ്ക്കാൻ പോകുമല്ലോ. അഹർമുഖേ തവ കാനനോപഗതിം അഭി നസേഹിരേ. അതുകൊണ്ട് രാവിലെ അങ്ങ് കാട്ടിലേക്ക് പോകുന്നത് പോലും സഹിക്കാൻ പറ്റാത്തതായി. എന്തിനാ പോയിരുന്നത് ഭഗവാൻ? മാടുമേയ്ക്കാൻ. മാടുമേയ്ക്കാൻ ഭഗവാൻ പോകുന്നത് പോലും അവർക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല എന്നർത്ഥം. ഭഗവാനെ കാണാതെ ഒരു നിമിഷം പോലും അവർക്ക് കഴിച്ചുകൂട്ടാൻ പറ്റില്ല. അത്രയും അവർ കാമപാരവശ്യം, പ്രേമപാരവശ്യം മൂത്തവരായി തീർന്നു. അതുകൊണ്ട് ഭഗവാനെ കാണാതെ കഴിച്ചു കൂട്ടുക എന്ന്, ഭഗവാൻ കാട്ടിലേക്കല്ലേ പോയിട്ടുള്ളത്, വരട്ടെ എന്നുള്ള സമാധാനം പോലും അവർക്ക് തോന്നിയിട്ടില്ല. അഹർമുഖേ കാനനോപഗതിമഭി നസേഹിരേ. ആ പകൽ നേരത്ത് ഭഗവാൻ കാട്ടിലേക്ക് പോയത് പോലും അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രത്തോളം അവർ ഭഗവാനാൽ വശീകരിക്കപ്പെട്ടിരുന്നു. ആ വശീകരണം കാരണം ഭഗവാനെ ഒരു നിമിഷം പോലും ഓർക്കുകയോ കാണുകയോ ചെയ്യാതെ ഇരിക്കുന്നത് അവർക്ക്. അതുകൊണ്ട് ഭാഗവതത്തിൽ പറഞ്ഞു ത്രുടിഹി യുഗായതേ, ഒരു കൈ ചൊടുക്കുന്ന നേരം പോലും അവർക്ക് ഒരു യുഗം പോലെ തോന്നിയിരുന്നു അത്രേ എന്ന്. ഭഗവാൻ പോയി തിരിച്ചു വരുന്നത് വരെ അവരാകെ സഞ്ചാരം എടുത്ത് നടന്നിരുന്നു. ഭഗവാനെ കാണാൻ പറ്റാത്ത സംഭ്രമത്തിലാണ് നടന്നിരുന്നത് എന്നർത്ഥം. ഇതൊക്കെയാണ് നമുക്ക് ഹരേ
മന്മഥോന്മഥിത മാനസാഹ ഗോപികാഹ തദഹ ക്രമാദ് തദഹ തദഹ ത്വദ്വിലോകനരതാഹ അഹർമുഖേ തവ കാനനോപഗതിം അഭി ന സേഹിരേ. സഹിച്ചില്ലപ്പോ കുറച്ചു നേരം ഭഗവാനെ കാണാതിരുന്നാൽ എന്താ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗോപികമാർക്ക് പ്രയാസം ഉണ്ടാക്കി എന്നർത്ഥം. കുറച്ചു നേരം പോലും ഭഗവാനെ ഓർക്കാതെയോ ഭഗവാനെ കാണാതെയോ ഇരിക്കുന്നത് അവർക്ക് സാധ്യമായില്ല. അത്രത്തോളം അവർ ഭഗവാനാൽ വശീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറയാണ്. അതാണ് ആ ഗോപികമാരുടെ പ്രത്യേകത. സ്നേഹം അവര് ആവേശമായി. സ്നേഹാവേശം എന്ന് പറയില്ലേ, സ്നേഹമുണ്ടാവും എല്ലാവർക്കും. അത് ആവേശമാകുമ്പോഴാണ് കൂടുതലാവുന്നത്. ആ സ്നേഹാവേശം എന്താ സ്നേഹാവേശമാക്കിയത്? മോളിൽ പറഞ്ഞു തവ കളായനോ. അതാണ് ആ കളായകുസുമ സ്വഭാവമുള്ളതായ ഭഗവാന്റെ സ്വരൂപം. ആ സ്വരൂപം ശരിക്കും പറഞ്ഞ സച്ചിദാനന്ദ സ്വരൂപമാണ്. അങ്ങനെ ബ്രഹ്മതത്വമാണ്. അതിനെ കണ്ട് 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 ആ ഗോപികമാർക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ കാണാൻ പറ്റാതെ കാണാതിരിക്കാൻ സാധിച്ചില്ല. ഇപ്പൊ എന്ത് ചെയ്തു? ഭഗവാന് പോകാണ്ട് പറ്റുമോ? പോകുന്ന സമയത്ത് അടുത്ത ശ്ലോകം പറയാണ്. ദൂരെ നിന്ന് ആ ഭഗവാന്റെ വേണുനാദം കേൾക്കും അത്രേ. ഭഗവാൻ കാട്ടിൽ ചെന്ന് വൃന്ദാവനത്തിൽ ചെന്ന് വേണുഗാനം ഒരുക്കും. ആ വേണുഗാനം അദൃശ്യമാണെങ്കിൽ പോലും ഇവരുടെ കാതുകളിൽ വന്ന് അലയ്ക്കും അത്രേ. ആ അലയ്ക്കുന്ന സമയത്ത് ഗോപസ്ത്രീകള് തമ്മിൽ തമ്മിൽ കാണുമ്പോഴൊക്കെ ഭഗവല്ലീലകളെ കുറിച്ചായിരുന്നു അത്രേ സംസാരം എന്ന് പറയണം. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാദമുപകർണ്യ ദൂരദഃ ത്വദ്വിലാസകഥയാഭിരേമിരേ. നിർഗതേ ഭവതി ഭവതി നിർഗതേ സതി. അങ്ങ് പോയിക്കഴിയുമ്പോൾ, എവിടൊക്കെ? കാട്ടിലേക്ക് പോയിക്കഴിയുമ്പോൾ, മൃഗേക്ഷണാഹ ഗോപികമാരെ വിശേഷിപ്പിച്ച് പറയാണ്, മാൻപേടയെ പോലുള്ള കണ്ണുകളോട് കൂടി വരുന്നത്. അതായത് എപ്പോഴും പരക്കം പാഞ്ഞ് കണ്ണുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ആ കണ്ണ് മാത്രമല്ല ചലിക്കുന്നത്, ത്വദ്ഗതേന മനസാ, അവരുടെ മനസ്സ് അങ്ങയോടൊപ്പം പോവുകയും ചെയ്തു. അങ്ങനെ ത്വദ്ഗതേന മനസാ, അങ്ങയിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്ന മനസ്സോട് കൂടിയവരായിട്ട് ദത്തദൃഷ്ടയ, ആ ദൃഷ്ടി അങ്ങടെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കൂ അത്രേ. ഭഗവാൻ വരുന്നുണ്ടോ 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 എന്ന്. അതെങ്ങനെ? ദൂരത, വളരെ അകലെ നിന്ന്. വേണുനാദമുപകർണ്യ, വേണുനാദത്തെ കേട്ടിട്ട് ത്വദ്വിലാസ കഥയാഭിരേമിരേ, ഭഗവാന്റെ വിലാസകഥകളെ പറഞ്ഞ് സന്തോഷിച്ചിരുന്നു അത്രേ. അതായത് ആദ്യം പദം പിരിക്കാം. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാദം ഉപകർണ്യ ദൂരദഃ ത്വദ്വിലാസകഥയാ അഭിരേമിരേ. ഭവതി നിർഗതേ, അങ്ങ് പോയിക്കഴിയുമ്പോൾ, മൃഗേക്ഷണാഹ ഈ സുന്ദരിമാർ ഗോപസ്ത്രീകള്, ത്വദ്ഗതേന മനസ അങ്ങ് പോയ മാർഗത്തിലൂടെ തന്നെ മനസ്സ് അങ്ങയോടൊപ്പം മനസ്സ് പോയവരായി, ദത്തേക്ഷണാഹ നോക്കി നിൽക്കും. ദത്തദൃഷ്ടയ, ആ ദൃഷ്ടി ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കും. ദൂരത വേണുനാദം ഉപകരണ, അപ്പൊ അകലേന്ന് ആ വേണുനാദം അവരുടെ കാതിൽ കേൾക്കും അത്രേ. അപ്പോൾ ത്വദ്വിലാസകഥയ അഭിരേമിരേ, അങ്ങയുടെ ആ മനോഹര ലീലകളെ കുറിച്ച് പറഞ്ഞ് രസിക്കും. എന്താ അതിൽ പറയുന്നത്? ആ പ്രേമഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് കൂടുതലായിട്ട് ഭഗവാനിൽ ഉറച്ചു എന്ന് കാണിക്കണം. ഭക്തിക്ക് എങ്ങനെയാണ്? ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ അത് ഉറയ്ക്കും. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥയല്ലാതെ മറ്റൊന്നും പറയാൻ അവർക്ക് തോന്നില്ല. ആ ഭഗവാന്റെ കഥകൾ മാത്രമേ കേൾക്കാനും പറയുവാനും താല്പര്യം ഉണ്ടാവും. അതാണ് ഭക്തി ഒഴിഞ്ഞില്ല മറ്റൊന്നും. ഭക്തി അങ്ങനെ അവരെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവര് ഭഗവാൻ പോയ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ആ വേണുനാദത്തെ കേൾക്കുമ്പോൾ ഭഗവത് കഥകൾ അന്യോന്യം പറഞ്ഞ് അതില് രമിച്ചുകൊണ്ടിരുന്നു, അതില് സന്തോഷം കണ്ടെത്തി. ഭഗവാന്റെ കഥകൾ പറയുമ്പോ ഭഗവാന്റെ ഓരോ രൂപവർണ്ണനയാണ്. ആ വർണ്ണന സമയത്ത് നേരിട്ട് ഭഗവാൻ നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പൊ തോന്നുമ്പോ ഒരു ആശ്വാസം, ഭഗവാനെ കണ്ട പോലെ അല്ലേ? ആ കണ്ട പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ സംഭാഷണം. അപ്പൊ ഭഗവാൻ നേരെ നിൽക്കുന്നത് ഇപ്പോൾ അവിടെ കാട്ടിൽ ചെന്നിട്ടുണ്ടാവും.
ആ ഭഗവാൻ അവിടെ വേണു ഊതുന്നുണ്ടാവും, കൂടെയുള്ള മാനുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ തരത്തിലും ഭഗവാന്റെ ലീലകളെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് അവർ കഴിച്ചു കൂട്ടിയത് എന്നർത്ഥം. അതാണ് ആ ഭഗവത് പ്രേമത്തിന്റെ പ്രത്യേകത. ഭഗവത് പ്രേമം അത്രയും ആകർഷകമാണെന്ന് പറയാണ്. ഭഗവാനിൽ നമുക്ക് ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ല എന്ന് കാണിച്ചു തരികയാണ് ഗോപികമാര്. ഭവതി നിർഗതേ മൃഗേക്ഷണാഃ ത്വദ്ഗതേന മനസാ ദത്തദൃഷ്ടയഃ ദൂരതഃ വേണുനാദമുപകർണ്യ ത്വദ്വിലാസകഥയാ അഭിരേമിരേ. ഭവതി നിർഗതേ എന്ന് സതിസപ്തമിയായിട്ട് പ്രയോഗിച്ചു. അങ്ങ് പോയി കഴിയുമ്പോൾ മൃഗേക്ഷണാഹ മാൻപേടയുടെ കണ്ണുപോലുള്ള കണ്ണുകളോട് കൂടിയവരെ ഇവിടെ ഗോപികമാരെ വിശേഷിപ്പിച്ച പദം. ത്വദ്ഗതേന മനസ അങ്ങയിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് ദത്തദൃഷ്ടയ ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവരായി. ദത്തമായ ദൃഷ്ടി മനസ്സോടേക്ക് പോയി ദൃഷ്ടിയും അങ്ങയുടെ അടുത്തേക്ക് പോവില്ല. കണ്ണ് പക്ഷെ അവിടെ എത്തില്ലല്ലോ. മനസ്സിനെത്താൻ പറ്റുന്നത് പോലെ കണ്ണിനെത്താൻ സാധിക്കില്ല. എന്നാലും ദത്തദൃഷ്ടികളാണ് ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയിരിക്കുക. ഭഗവാന്റെ ഏതെങ്കിലും ഒരു അംശം, അഞ്ഞപ്പട്ടിന്റെ അറ്റമോ അല്ലെങ്കിൽ ആ മാലയുടെ ഒരു ഭാഗമോ കണ്ടാലോ എന്നുള്ള പ്രതീക്ഷയില് ദത്തദൃഷ്ടയ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം. ദൂരത വേണുനാദം ഉപകരണ അപ്പോഴേക്കും കാതിൽ വന്ന് അലക്കിയാണ് ഭഗവാന്റെ വേണുനാദം. അത് കേൾക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപത്തെ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ട് ത്വത്കഥ അതെന്തെയ്യുന്നു ത്വത് വിലാസകഥയാ ഭഗവാന്റെ മനോഹരമായ ലീലാകഥകളെ കൊണ്ട് അഭിരേമിരേ മനസ്സിൽ സന്തോഷിച്ചു. രേമേ രേമാതേ രേമിരേ എന്നില്ലിട്ടിലകാരം. ഭഗവാനും എന്ത് ചെയ്തു? അവിടെ ചെന്ന ഭഗവാൻ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാന ജോലി എന്താണെന്നറിയോ? വേണുനാദം മുഴക്കുക എന്ന്. അതും ശരൽക്കാലം നല്ല ജലാശയത്തിൽ നിന്ന് താമരപ്പൂവിന്റെ സുഗന്ധം വഹിക്കുന്ന കാറ്റ് വരികയാണ്. നല്ലൊരു എൻവയറമെന്റ്. ഭഗവാനും അതിൽ സന്തോഷിച്ചുകൊണ്ട് വേണുനാദം വിളിക്കുകയാണെന്ന്. എങ്ങനെ വേണുനാദം വിളിച്ചു എന്ന് ആ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിച്ചിരിക്കുന്നു. നോക്കിക്കോളോട്ടെ, എങ്ങനെയാണ്? കാനനന്ദമിതവാന്ധവാനപി സ്നിഗ്ധപാദപതലേ മനോരമീ വ്യത്യയാകുലിതപാദമാസ്ഥിതഃ പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തം ഇതവാൻ ഭവാൻ അഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകുലിതപാദം ആസ്ഥിതഃ പ്രത്യപൂരയത വേണുനാളികാം. എന്തൊക്കെ പറഞ്ഞു? കാനനാന്തം കാനനത്തിന്റെ ഉള്ളിലേക്ക് കാട്ടില്. ഇതവാൻ ഇതവാൻ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ച ഉടനെ. അതവിടെ ക്രിയാരൂപമല്ല, കഥവത് പ്രത്യയം. ഇതവാൻ പോയവൻ, ഗതവാൻ പോലെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയതായ ഭഗവാൻ. ഭവാൻ അങ്ങ്, പ്രവേശിച്ചതായ അങ്ങ്. സ്നിഗ്ധപാദപതലേ, സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ മനോരമമായിട്ടുള്ള സ്നിഗ്ധപാദപതലേ മനോരമ എന്ന് പറഞ്ഞു. മനോരമേ സ്നിഗ്ധപാദപതലേ. മനോരമം മനോഹരം, മനോഹരമായ സ്നിഗ്ധം. സ്നിഗ്ധം എന്ന് പറഞ്ഞാല് സ്നേഹത്തോടു കൂടി ഇവരെ തഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ആ മരം. ഇവർക്ക് ചൂടേൽപ്പിക്കാതെ തണൽ നൽകിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സ്നിഗ്ധ പാദപതലേ ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ എങ്ങനെ നിന്നു ഭഗവാൻ? വ്യത്യയാകുലിതപാദം കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് നിൽക്കുക അത്രേ. ആ കാലും ഈ കാലും തമ്മിൽ പിണച്ചു വെച്ച് നിൽക്കുകയാണ് ഭഗവാൻ ഓടക്കുഴൽ ഓതുമ്പോ നിൽക്കുന്ന രൂപം. എന്നിട്ട് ആസ്ഥിതഃ വ്യത്യയാകുലിതപാദമായി നിന്നുകൊണ്ട് ഒരു കാല് മറ്റൊരു കാലിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇടത്തെ കാല് വലത്തെ കാലിന്റെ പുറത്തെ അല്ലെങ്കിൽ വലത്തെ കാല് ഇടത്തെ കാലിന്റെ മറുവശത്തായിട്ട് വെച്ചുകൊണ്ട് ആസ്ഥിതഃ നിന്നുകൊണ്ട് വേണുനാളികാം ആ ഓടക്കുഴലിനെ പ്രത്യപൂരയത എപ്പോഴും വായിക്കും. ഇത് ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ അങ്ങനെ കാല് പിണച്ചു വെച്ചുകൊണ്ട് മനോഹരമായി ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് വേണുനാദം ഉതിർക്കുക പതിവായി എന്നുമുള്ള പരിപാടിയാണ്. ഭഗവാൻ കാട്ടിലെത്തി കഴിഞ്ഞാൽ പശുക്കൾ മേയ്ക്കാൻ പോകും. ഭഗവാൻ അവിടെ ഇരുന്ന് ഓടക്കുഴൽ നാദം ആരംഭിക്കും. എന്താ ഭഗവാന്റെ ഓടക്കുഴലിന് പ്രത്യേകത എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ലീലാസുകര് തന്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ വർണ്ണിച്ചു. അതെങ്ങനെയുള്ളതാണെന്ന്. അതിന്
സൗന്ദര്യമയൻ മുനീന്നുകുളയൻ സപ്തസ്വരാൻ ശൃംഭയൻ ഓംകാരാർത്ഥമുദീരയൻ വിജയദേ വംശീനിനാദ ശിശോഹോ ശിശോഹോ വംശീനിനാദ വിജയദേ എന്നാ പറഞ്ഞു. ആ കൊച്ചു കൃഷ്ണന്റെ ആ ഓടക്കുഴൽ നാദം അങ്ങോട്ട് ജയിച്ചു നിന്നു അത്രേ. എന്താണ് ഓടക്കുഴൽ നാദത്തിന്റെ പ്രത്യേകത? ഓടക്കുഴലിൽ നിന്നും വന്നത് ഓംകാരാർത്ഥമുദീരയന്. ഓംകാരത്തിന്റെ അർത്ഥമാണത്ര അതിൽ നിന്ന് വരുന്നത്. ശബ്ദബ്രഹ്മ സ്വരൂപത്തെയാണത്രേ തന്റെ ഓടക്കുഴലിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതിനോടൊപ്പം സപ്തസ്വരാൻ ശൃംഭയന്, ഗാനത്തിൻ്റെതായ സംഗീതത്തിന്റെ 7 സ്വരങ്ങളും ആ നാദത്തിലൂടെ വരുമത്രേ. അത് വരുമ്പോഴെന്തായി? ലോകാൻ ഉന്മദയന്, കേൾക്കുന്നവരുടെ മനസ്സിലൊരു ഉന്മാദം, എന്താ ചെയ്യേണ്ടെന്നറിയാത്ത ഒരു സംഭ്രമം ഉണ്ടാക്കുമത്രേ. ശ്രുതീൻ മുഖരയന്, വേദാർത്ഥങ്ങളെയും വേദങ്ങളെയുമാണ് ശബ്ദിപ്പിക്കുന്നത്. വേദസ്വരൂപനായ ഭഗവാൻ ആ ഓടക്കുഴൽനാദത്തിലൂടെ വേദങ്ങളെയാണ് അത്രേ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ശ്രുതിയിൽ മുഖരയന്, വേദങ്ങളെ അങ്ങോട്ട് വ്യക്തമാക്കിക്കൊണ്ട് ആ സമയത്ത് ഏത് മരച്ചോട്ടിൽ നിൽക്കുന്നുവോ അതിന് ചുറ്റുമുള്ളതായ എല്ലാ വൃക്ഷങ്ങളും ക്ഷോണീരുഹാൻ ഹർഷയന്, എല്ലാ വൃക്ഷങ്ങളും അങ്ങോട്ട് ആകെ അങ്ങോട്ട് തളിർത്ത് ആകെ രോമാഞ്ചം വന്നിച്ച പോലെ പുതിയ 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 പല്ലവങ്ങളോടുകൂടി നിൽക്കൂത്രേ. അങ്ങനെ മനോഹരമാക്കിയിട്ട് ആ സമയത്ത് അടുത്തുള്ള പാറകളില്ലേ, പാറകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ അടുത്താണല്ലോ ഈ പരിസരമൊക്കെ. ശൈലാൻ വിദ്രവയന്, ആ പാറക്കല്ലുകളെയൊക്കെ അങ്ങോട്ട് ആലീക്കും അത്രേ. ദൃശതാമവി ദ്രാവണം എന്നാണ്. കല്ലുകളെ പോലും ആലീക്കും അത്രേ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം. പിന്നെ എന്ത് ചെയ്തു? മൃഗാൻ വിവശയന്, മാനുകൾക്ക് എന്താ വേണ്ടെന്നറിയില്ല, അവരാകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. വിവശയന്, അവരെ വൈവശ്യമാണ്, അവർക്ക് എന്താ കാട്ടേണ്ടെന്നറിയാതെ ഭഗവാനെ നോക്കി നിൽക്കണോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നറിയാതെ നിൽക്കുകയാണ്. ഗോവൃന്ദം ആനന്ദയന്, ഗോവൃന്ദങ്ങൾ ഉണ്ടല്ലോ, പശുക്കുട്ടികളെ കൊട്ടിക്കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പശുക്കളെയും പശുക്കിടാങ്ങളെയും, അവരെ അങ്ങോട്ട് ആനന്ദിപ്പിക്കുക. കാരണം കുട്ടിക്ക് പാല് കൊടുത്തിരിക്കുന്ന പശു പാല് കൊടുക്കൽ നിർത്തും. കന്നുകുട്ടി പാലും വായിൽ വെച്ച് ഭഗവാനെ നോക്കി നിൽക്കും. അവർക്കൊരു ആനന്ദം, ഈ പാല് കുടിക്കുന്നതിനേക്കാളും ആനന്ദം ഭഗവാന്റെ വേണുനാഥം കേൾക്കണം. അപ്പോഴാണ് ഒരു പശു പുല്ല് തിന്നാൻ പുറപ്പെട്ടിരിക്കുക. വായിൽ ആ പുല്ലിന്റെ കബളമുണ്ട്, അത് ചവച്ചരയ്ക്കാൻ പോലും തോന്നാതെ ഭഗവാന്റെ ആ വേണുനാഥം കേട്ട് നിൽക്കുമത്രേ. അങ്ങനെ ഗോവൃന്ദമാനന്ദയന്. അടുത്തത് പറയണം ഗോപാൻ സംഭ്രമയന്, ഗോപന്മാർക്കും എന്താ കാട്ടേണ്ടെന്ന് അറിയില്ല, ആകപ്പാടൊരു സംഭ്രമം. ഭഗവാനെ കെട്ടിപ്പിടിക്കണോ, ഭഗവാന്റെ കൂടെ നിൽക്കണോ, ഭഗവാനെ തലോടണോ, ഭഗവാനെ നമസ്കരിക്കണോ, എന്താ ചെയ്യേണ്ടെന്നറിയാത്തൊരു സംഭ്രമം ആ ഗോപന്മാർക്ക്. മുനീൻ മുകുളയന്, മുനിമാരിപ്പോ എവിടെ എന്ന് ചോദിച്ചാൽ, മുനിമാരൊക്കെ വൃന്ദാവനത്തിൽ ഭഗവാന്റെ കേളിയുണ്ട്, അത് കാണാമെന്ന് വെച്ച് പറവകളുടെ രൂപത്തിൽ വന്ന് നിൽക്കുക അത്ര. അങ്ങനെ എല്ലാ പക്ഷികളും വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കുന്നതൊക്കെ മുനിമാരാണെന്നാണ്. അവരെന്ത് ചെയ്തു? മുകുളയന്, കണ്ണടച്ച് ആ ഗാനാമൃതത്തെ അങ്ങോട്ട് പാനം ചെയ്തുകൊണ്ടിരിക്കുക അത്രയും മുനിമാര്. സപ്തസ്വരാൻ ശൃംഭയൻ, സപ്തസ്വരങ്ങളെയും തന്റെ ആ വേണുനാദത്തിലൂടെ മുഴക്കിക്കൊണ്ട് ഓംകാരാർത്ഥമുദീരയന്, ഓംകാരത്തിന്റെ അർത്ഥത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ ഭഗവാന്റെ വംശീനിനാദം കേട്ടു എന്ന്. പശുക്കളൊക്കെ അങ്ങോട്ട് ചെവി ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗോവിന്ദന്റെ സൗന്ദര്യത്തെ കണ്ണുകളാൽ പാനം ചെയ്ത് ആനന്ദക്കടലിൽ അങ്ങോട്ട് പതിച്ചു എന്നാ പറയുന്നത്. പാൽ കുടിച്ചിരുന്ന കന്നുകുട്ടികൾ പാലിനെയും പുല്ല് തിന്നിരുന്നവർ പുല്ലിനെയും പോലും മറന്ന് ഭഗവാന്റെ മുഖസൗന്ദര്യത്തിനെ നോക്കി നിന്നു എന്ന്. വൃന്ദാവനത്തില് കണ്ണനെ കാണാനും ആ ഓടക്കുഴൽനാദം കേൾക്കാനുമായിട്ട് മുനിമാരെവിടെ പക്ഷികളുടെ രൂപത്തിൽ വന്ന് കണ്ണടച്ച് ധ്യാനനിരതരായിട്ട് ഇരുന്നു എന്നാ പറയണേ. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴൽനാദം അത് എല്ലാവരെയും ഇങ്ങനെ വിജൃംഭിച്ചു എന്ന് പറഞ്ഞാൽ, ദൂരെ നിന്ന് കേട്ടതായ ആ നാദം ഗോപികമാരെ എത്രത്തോളം ഉലച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്ന്. അതെങ്ങനെയാണ് ഭഗവാൻ ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് കാട്ടിലേക്ക് ചെല്ലും, ഒരു വൃക്ഷത്തണലിൽ നിൽക്കും, കാല് പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതും. ആ രൂപത്തിനെയാണ് ഇവിടെ നമുക്ക് ഭഗവാൻ ഇങ്ങനെ നിന്ന് ഓടക്കുഴൽ ഊതി എന്നുള്ള രൂപത്തെയാണ് ഭട്ടതിരിപ്പാടിവിടെ വരച്ചു കാണിച്ചത്.
കാനനാന്തം ഇതവാൻ ഭവാൻ അഭി. കാട്ടിലേക്ക് ചെന്നതായ അങ്ങും മനോരമേ സ്നിഗ്ധപാദപതലേ, മനോഹരമായ ആ നല്ല തണൽ വീശുന്നതായ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വ്യത്യയാകുലിത പാദകം, കാല് പിണച്ചു വെച്ചുകൊണ്ട് അസ്ഥിര നിന്ന് വേണുനാളികാം പ്രത്യപൂരയത, ആ ഓടക്കുഴലിനെ എന്നും വായിച്ചു എന്നർത്ഥം. വായിക്കുക പതിവായി. ഓടക്കുഴൽ വിളി എന്നല്ലേ പറയാ മലയാളത്തില്. ഓടക്കുഴൽ വിളിക്കുക പതിവായി. അതിങ്ങനെ ഓടക്കുഴൽ നാദം എപ്പോഴും നടത്തുക എന്നുള്ളത് ഭഗവാൻ സ്ഥിരമാക്കി വെച്ചു. അതിനെ കാട്ടിൽ ചെന്നാൽ ആദ്യത്തെ പരിപാടി വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നിൽക്കുക, കാല് പിണച്ചു വെക്കുക, എന്നിട്ട് ആ ഓടക്കുഴൽ എടുത്ത് വായിക്കുക. അതെങ്ങനെയുള്ള ഓടക്കുഴൽ നാദമാണെന്നാണ് നമ്മുടെ വില്വമംഗല സ്വാമിയാർ, അദ്ദേഹത്തിനെ ലീലാശുകൻ എന്നാണ് പറയാ. ലീലാശുകരാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ എഴുതിയ ശ്ലോകമാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അതിനെ അങ്ങോട്ട് അനുഭവിച്ചുകൊണ്ടാണ് ലീലാശുകർ എഴുതിയത് അല്ലേ. അതെങ്ങനെയായിരുന്നു എന്ന്, ആ ഓടക്കുഴൽ നാദം എങ്ങനെയായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞത് തന്നെ നമ്മള് വില്വമംഗല സ്വാമിയുടെ കൃതി പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും പറയാം, വായിക്കാം. വേണുനാദം മാധുര്യമുള്ളതായിരുന്നു എന്നുള്ളതിനെയാണ് വർണ്ണിക്കുന്നത്. മധുരമായ വേണുനാദം ആരിൽ എന്തെല്ലാം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാരബാണധുദഖേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ചദൃശദാമഭി പ്രഭോ താവകം വ്യജനി വേണുപൂജിതം. ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ടാണ് ഭട്ടതിരിപ്പാടി പറയുന്നത്. എന്താണ്? മാരബാണധുദഖേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശദാം അഭി പ്രഭോ താവകം വ്യജനി വേണുപൂജിതം. എന്താണ്? അങ്ങയുടെ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വേണുപൂജിതം, അങ്ങയുടെ ഈ ഓടക്കുഴൽ വിളിയുണ്ടല്ലോ, ഓടക്കുഴൽ നാദം, അത് മാരബാണ ദുദഖേജരീകുലം. ഖേജരികള് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവര്, ദേവലോകത്തിലുള്ളവര് എന്നർത്ഥം. ഖേജരി കുലം, ആ ദേവസ്ത്രീകളെ മുഴുവൻ മാരബാണുദുതമാക്കി, കാമബാണങ്ങളെ കൊണ്ട് അങ്ങടെ ആവേശഭരിതമാക്കി. കേട്ടതായ ദേവ വനിതകൾക്ക് കാമാവേശം തോന്നിയത്രേ ഈ നാദം കേട്ടപ്പോൾ എന്ന്. നിർവികാര പശുപക്ഷി മണ്ഡലം, പക്ഷേ പശുക്കളും മൃഗങ്ങളും ഒക്കെ അനങ്ങാതെ നിന്നു. അവരെ ചലിക്കുന്നതായ സ്വഭാവമുള്ള പക്ഷി മൃഗാദികളൊക്കെ അനങ്ങാതെ നിന്നു. അങ്ങനെ നിന്നപ്പോഴേ ദൃശതാമഭിദ്രാവണം, എന്താണ്, ചലനമില്ലാത്ത അചല വസ്തുക്കളായ പാറകൾ പോലും ഒഴുകാൻ തുടങ്ങി, ഉരുകി ഒഴുകാൻ തുടങ്ങി. അതായത് ജീവനുള്ളവ അനങ്ങാതെ നിന്നു, ജീവനില്ലാത്തവ അനങ്ങി തുടങ്ങി. റിവേഴ്സ് ആക്കി. സാധാരണ സഞ്ചാരമുള്ളവയൊക്കെ അണങ്ങും. ഇവരെന്ത് ചെയ്തു? ചെവി വട്ടം പിടിച്ച് ഭഗവാനെ തന്നെ നോക്കി. പുല്ലുവായിൽ വെച്ച പശുക്കള് പുല്ലിനെ അങ്ങനെ തന്നെ വായിൽ വെച്ചു. പാല് പകുതി കുടിച്ചവരാണ്. ആ കവിളില് പാലിനെയും വെച്ചുകൊണ്ട് ഈ പശുക്കിടാങ്ങൾ നിർനിമേഷരായിട്ട് നോക്കി നിന്നു. അതുപോലെ തന്നെ വലിയ പൈക്കളും തന്റെ ചെവി വട്ടം പിടിച്ചുകൊണ്ട് നോക്കി. മാനുകളും കണ്ണുപോലും ചലിക്കാതെ ഭഗവാനെ നോക്കി നിന്നു. ഇങ്ങനെ സർവ സാധനങ്ങൾക്കും സ്തംഭനം ഏർപ്പെട്ടപ്പോഴ് അചല വസ്തുക്കൾ എന്ത് ചെയ്തു? അത് കല്ലുപോലും ഉരുകി തുടങ്ങി. വൃക്ഷങ്ങളൊക്കെ തലയാട്ടി 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 ഭഗവാന്റെ പാട്ടിന് കൂടെ നിന്നു. അങ്ങനെ ജീവനില്ലാത്തവ ജീവനുള്ള പോലെയും ജീവനുള്ളവ ജീവനില്ലാത്ത പോലെയും പ്രവർത്തിച്ചു എന്ന്, ഒക്കെ പ്രതികൂലമായി പ്രവർത്തിച്ചു എന്ന് പറയണം. അതാണ് ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദത്തിന്റെ പ്രത്യേകത. ഭാഗവതത്തിൽ പറഞ്ഞത് എന്താ നോക്കൂ. കൃഷ്ണൻ നിരീക്ഷ്യ വനിതോത്സവരൂപശീലം വേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാരാ ദൃശ്യപ്രസൂനപരാ മുമുഹുർവിനീവ്യ. ആ ദേവസ്ത്രീകൾ എന്ത് ചെയ്തു എന്നാ പറയണേ? കൃഷ്ണൻ നിരീക്ഷ്യ, ആ ശ്രീകൃഷ്ണനെ അങ്ങടെ ആ രൂപസൗന്ദര്യത്തിനെ ഒന്ന് കണ്ടു. കായാമ്പു നിറവേനി, മഞ്ഞപ്പട്ടുടുത്ത്, കയ്യിലോടെ കുഴൽ വെച്ച്, കാല് മണച്ചു വെച്ച്,
ആ നിൽക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടപ്പോഴ് ആ ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണെന്ന് പറയണ വനിതോത്സവ രൂപശീലം. വനിതകൾക്ക് ഉത്സവം തോന്നിക്കുന്ന സൗന്ദര്യമുണ്ടത്രേ. ആർക്കും കണ്ടാല് എന്തല്ലേ, കൃഷ്ണം പശ്യന്തി നേത്രാണി ന തൃപ്യന്തി എന്നാണ്. കൃഷ്ണനെ കണ്ട കണ്ണുകൾക്ക് തൃപ്തി വരില്ല, പിന്നെ നോക്കണം തോന്നും. അങ്ങനെയുള്ള മനോഹാരിത രൂപം. രൂപത്തിന് മാത്രമാണോ ഇത്രത്തോളം ആകർഷകമല്ല. വേണു വിചിത്രഗീതം, ആ ഭഗവാന്റെ വിചിത്രമായിട്ടുള്ള ഓംകാരധ്വനി മുഴക്കിക്കൊണ്ട് വേദസ്വരങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് സപ്തസ്വരങ്ങളോട് കൂടിയിട്ടുള്ളതായ വേണുഗാനം കേട്ടിട്ട് ദേവിമാര് വിമാനഗതയ അവരൊക്കെ ആകാശത്തിൽ വിമാനത്തിൽ വന്ന് നിൽക്കുകയാണ് ഭഗവാന്റെ ഓടക്കുഴൽനാദം കേൾക്കാൻ. കേട്ടവരെന്ത് ചെയ്തു? സ്മരനുന്നസാരാഹ മാരഭാണതുതകേചരീകുലം എന്ന് പറഞ്ഞതിനെ പറയാണ്. അവരുടെ ഉള്ളില് മാരബാണൻ അങ്ങയുടെ കാമദേവന്റെ കാമപാരവശ്യം വന്നു അത്രേ. ആ സമയത്ത് വൃശ്യപസൂനകപര തലയിലണിഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ ഉടന്ന് വീഴാൻ തുടങ്ങിയെന്ന്. അതായത് ആ കാമപാരവശ്യത്തിൽ എത്തിച്ചേർന്നു അത്രേ അവിടെയുള്ള ദേവസ്ത്രീകൾ പോലും എന്ന്. അതിനെ തന്നെ ഇവിടെ മനോഹരമായിട്ട് ഭഗവാൻ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചു. മാരബാണതുതകേചരീകുലം, അതായത് ദേവസ്ത്രീകളെ പോലും കാമബാണങ്ങൾ കൊണ്ട് വിവശമാക്കി അങ്ങയുടെ സ്വരം. നിർവികാര പശുപക്ഷി മണ്ഡലം, പശുപക്ഷി മണ്ഡലങ്ങളെ പോലും നിർവികാരമാക്കിയ ദൃശതാമഭി ദ്രാവണം, എന്താണ് കല്ലുകളെ പോലും അലിയിക്കുന്നതുമായിരുന്നതോ ഹേ ഗുരുവായൂരപ്പ താവകം വേണുപൂജന. ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിന്റെ പ്രത്യേകത പറയാണ്. സർവശക്തനായ ഭഗവാനെ, അങ്ങയുടേതായ ഈ ഓടക്കുഴലിന്റെ നാദം ദേവസ്ത്രീകളെ പോലും കാമപരവശമാക്കുകയും മൃഗങ്ങളെയും പക്ഷികളെയും അനങ്ങാതെ നിർത്തുന്നതും കല്ലുകളെ പോലും അലിയിക്കുന്നതുമായി ഭവിച്ചു എന്നാണ്. അവിടെ നിർവികാര പശുപക്ഷി മണ്ഡലം എന്നൊരൊറ്റ പദത്തിലായിട്ട് വർണ്ണിച്ചു. കല്ലുകളെ പോലും അലിയിക്കുന്നു എന്നാണ്. മാത്രമല്ല പേടായി നിൽക്കുന്ന മരങ്ങളെ പോലും തളിർത്ത് മൂളങ്ങൾ ഇടിയിച്ചു അത്രേ. കാട്ടിൽ ഉണങ്ങിയ മരം, കാട്ടുതീയിൽ പെട്ട മരമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭഗവാന്റെ വേണുനാഥം കേട്ടപ്പോ അങ്ങനെ തളിർത്ത് പൂക്കാൻ തുടങ്ങിയെന്ന്. എന്തായിരിക്കും അപ്പൊ ആ വസന്തകാലത്തിന്, ശരൽക്കാലമാണെങ്കിലും വസന്തകാലത്തിന്റെ പെരുമയുണ്ടാക്കി തീർക്കുന്നതായിരുന്നു ഭഗവാന്റെ ആ വേണുനാഥം എന്ന് പറയാണ്. ഇനി അടുത്തത് പറയാണ്, അവരത് ദേവസ്ത്രീകൾ തന്നെ അങ്ങനെ പരവശയായി എന്ന് വെച്ചാൽ ഈ വ്രജവനിതകളുടെ കാര്യം പറയാനുണ്ടോന്നാ. അവർക്ക് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ വ്രജാംഗനകളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് പറയണ. വേണുരന്ധ്രതരളാങ്കുലീദളം താള സഞ്ചലിത പാദ പല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാഹ. ദേവസ്ത്രീകളെ ആകാശത്തിൽ വിമാനത്തിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടാണ് കാമബാണ പരവശരായി തീർന്നത്. ഇവരെങ്ങനെയെന്നുള്ളത് ആദ്യം പദം പിരിക്കാം. വേണുരന്ധ്രതരളാങ്കുലീദളം താള സഞ്ചലിത പാദ പല്ലവം തസ്ഥിതം തവ പരോക്ഷം അഭി അഹോ സംവിചിന്യ മുമുഹുഹു വ്രജാംഗനാഹ. വേണുരന്ധ്രതരളാങ്കുലീദളം എന്നാ പറഞ്ഞു. വേണു എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ, രന്ധ്രം എന്ന് പറഞ്ഞാൽ അതിലുള്ള തുളകള്. ഓടക്കുഴൽ ഊതുമ്പോ ആ തുളകളിൽ അങ്ങനെ പിടിക്കണല്ലോ. ഇപ്പൊ പറയണ വേണുരന്ധ്ര തരള അങ്കുലീദളം, ഭഗവാന്റെ മൃദുലമായിട്ടുള്ള കൈവിരലുകള്, അങ്കുലീദളങ്ങള്. വിരലുകൾ ഇങ്ങനെ താമരയാണല്ലോ കൈകള്, കൈത്താമരയിലെ ഇതളുകൾ പോലെയുള്ള വിരലുകൾ. ആ വിരലുകളാൽ ഇങ്ങനെ ആ ഓടക്കുഴലിന്റെ ദ്വാരങ്ങളെ സ്പർശിക്കുമ്പോൾ താള സഞ്ചലിത പാദ പല്ലവം, പാദം തളിര് പോലെ മിനുമിനുത്തതാണ് ഭഗവാന്റെ തുടുത്ത കാലടികൾ. ആ കാലടികള് തന്റെ പാട്ടിനൊപ്പം താളം പിടിക്കുന്നുണ്ട്. താള സഞ്ചലിത പാദ പല്ലവം, താളം കൊണ്ട് ചലിക്കുന്നതായ കാൽത്താരോട് കൂടിയത്. അങ്ങനെയുള്ള തവത സ്ഥിതം, അങ്ങയുടെ ആ ഒരു നിൽപ്പ്. ഭഗവാൻ ഇപ്പൊ എങ്ങനെ നിൽക്കുകയായിരിക്കുന്നു മനോമുകുരത്തിൽ കാണുകയാണ് ആരെ ഗോപികമാര്. ഓടക്കുഴലിലെ രന്ധ്രങ്ങളിൽ തന്റെ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് തന്റെ കാൽത്താരുകൾ അങ്ങനെ താളം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിപ്പുണ്ടല്ലോ, ആ നിപ്പിനെ പരോക്ഷമവി ഇപ്പൊ അവരുടെ കണ്ണിന് മുമ്പിലില്ല. ഭഗവാൻ ദൂരെ കാട്ടിലാണ്. ആ കാട്ടിൽ നിൽക്കുന്ന ഭഗവാന്റെ ആ പരോക്ഷമായ ദൃശ്യത്തെ പോലും സംവിചിന്യ മനസ്സിൽ നന്നായിട്ട് അങ്ങോട്ട് ആലോചിച്ചു അവര്.
ആലോചിച്ച് വ്രജാംഗനാഹ ആ വ്രജവനിതകള് മുമുഹുഹു അഹോ ആശ്ചര്യപ്പെട്ട് മയങ്ങിപ്പോയി എന്ന് പറയാണ്. അതായത് വേണുഗാനത്തിൽ കൈവിരലുകളുടെയും ആ കാലടിയുടെയും പ്രവർത്തനത്തെ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് മോഹിച്ചു നിന്നുപോയി. ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പൊ ഭഗവാൻ, ഇങ്ങനെ ആയിരിക്കുമല്ലോ ഓടക്കുഴൽ ഊതുന്നത്, ഇങ്ങനെയാണല്ലോ താളം പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ കാണാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിലും മാനസികമായിട്ടുള്ള ഊഹാഭോഗത്തിൽ അവർ മോഹിച്ചു വശായിത്രയാര് ഗോപവനിതകള് എന്ന്. ദേവസ്ത്രീകളെ ആകാശത്തിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടാണ് കാമപരവശരായെങ്കിൽ ഇവർ പരോക്ഷമായിട്ട് തന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ കാമപരവശരായി. അപ്പൊ ആരാ കൂടുതൽ വെയിറ്റ്? ദേവസ്ത്രീകളെക്കാളും വെയിറ്റ് ഗോപവനിതകൾക്ക്. കാരണം അവര് മനസ്സിൽ കണ്ടു. മറ്റവര് മാനത്ത് നിന്ന് കണ്ടതേ ഉള്ളൂ, ഇവര് മനസ്സിൽ കണ്ടു. മനസ്സിൽ കണ്ടിട്ടുള്ള അവര് ഭഗവാനെ കുറിച്ച് അങ്ങോട്ട് മോഹിച്ചു പരവശരായി. അതാണ് പ്രേമഭക്തി. ആ പ്രേമഭക്തിയുടെ പരാകാഷ്ഠയിൽ അവരെത്തിരി തന്നെ തന്നെ മറന്നതായ ഒരു സ്ഥിതി. ആ സ്ഥിതിയിലേക്ക് ഗോപികമാര് എത്തിച്ചേർന്നു. വേണുരന്ധ്ര തരളാങ്കുലീദളം താള സഞ്ചലിത പാദപല്ലവം തത്തവസ്ഥിതം പരോക്ഷമഭി സംവിചന്യ വ്രജാംഗനാഹ മുമുഹുഹു അഹോ ആശ്ചര്യം എന്ന് പറയാണ്. ഓടക്കുഴലിന്റെ ആ ദ്വാരങ്ങളിൽ തുളകളിൽ രന്ധ്രം എന്ന് പറഞ്ഞ ദ്വാരം തുള, ആ തുളകളിൽ എന്ത് ചെയ്തു? തരള അങ്കുലീതളം മൃദുലമായ തന്റെ വിരലുകൾ ഇങ്ങനെ അമർത്തിയിട്ടൊന്നല്ല, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്പർശിക്കുക. ആ സ്പർശിക്കുമ്പോഴ് താള സഞ്ചലിത പാദപല്ലവം, അതിനൊപ്പം തന്റെ പാതാരവിന്ദങ്ങൾ, അതെങ്ങനെ തുടുത്ത പാതാരവിന്ദങ്ങളെ പതുക്കെ പതുക്കെ താളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ അങ്ങയുടെ രൂപത്തെ പരോക്ഷാമി കണ്ണിൽ കാണുന്നില്ല എങ്കിലും സംവിചിന്യ മനസ്സിൽ ചിന്തനം ചെയ്ത് വ്രജാംഗനാഹ ഈ വ്രജവനിതമാര് മുമുഹുഹു മോഹിച്ചു പോയി അഹോ ആശ്ചര്യം എന്ന് അതങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പൊ വേണുരന്ധ്ര തരളാങ്കുലീദളം താള സഞ്ചലിത പാദപല്ലവം തത്തവസ്ഥിതം പരോക്ഷമഭി സംവിചിന്യ വ്രജാംഗനാഹ മുമുഹുഹു അഹോ. ഇനി അടുത്തത് പറയാണ്. എല്ലാവരെയും ഗോപികമാർ ഇവിടുന്ന് മനസ്സുകൊണ്ട് വാഴ്ത്തുകയാണ്. തങ്ങൾക്കൊക്കെ പരോക്ഷമായപ്പോ ഭഗവാനെ കാണാൻ പറ്റണില്ല. പക്ഷെ അവിടെയുള്ള കാട്ടിലുള്ള ചെടികള്, മരങ്ങള്, മാനുകള്, പിന്നെ കൂട്ടിക്കൊണ്ടുപോയ ഗോപന്മാര്, അവിടെയുള്ളതായ കാലികള്, ഇവർക്കൊക്കെ ഭഗവാനെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അഹോഭാഗ്യം അഹോഭാഗ്യം എന്ന് പറയാണ് ആരോ ഗോപികമാര്. നോക്കിക്കോളാം. നിർവിസംഗഭവദംഗദർശനീഹി ഖേജരീഹി ഖഗമൃഗാൻ പശൂനബി തത്പദ പ്രണയി കാനനം ചതാഹ ധന്യധന്യമിതി നന്വമാനയൻ. നിർവിസംഗഭവദംഗദർശനീഹി ഖേജരീഹി ഖഗമൃഗാൻ പശൂൻ അബി ത്വത്പദ പ്രണയി കാനനം ച താഹ ധന്യധന്യം നനു ഇതി അമാനയൻ. എന്താണ്ടായത്? നിർവിസംഗമായിട്ട്, ശങ്ക കൂടാതെ, സംശയലേശമില്ലാതെ, ഭവദംഗദർശിനി അങ്ങയുടെ ശരീരത്തെ ഒളിഞ്ഞും മറിഞ്ഞൊന്നും നോക്കാതെ കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കിക്കാണുകയാണ്. നിർവിസംഗമായിട്ട് ദർശിക്കുകയാണ്. ഒരു സംശയവുമില്ല. ആര്? ഖേജരീഹി ആകാശത്തിൽ നിൽക്കുന്ന ദേവസ്ത്രീകള് അങ്ങയുടെ രൂപസൗന്ദര്യത്തെ കണ്ണാലങ്ങോട്ട് നുകരുകയാണല്ലോ. ഖഗമൃഗാൻ പശൂനബി പക്ഷികളെയും മൃഗങ്ങളും പശുക്കളും ഒക്കെ പദപ്രണയി കാനനം ച അങ്ങയുടെ പാദത്തെ പ്രണയിച്ചു നിൽക്കുന്ന കാടും. കാരണം ആ കാട്ടില് അങ്ങ് നടക്കുമ്പോൾ ഓരോ അടിയും ആ കാട്ടിലല്ലേ സ്പർശിക്കുന്നത്. അങ്ങനെ ത്വത്പദ പ്രണയി കാനനം, പ്രണയി പ്രണയിനി പ്രണയിനി എന്ന ഹികാരാന്തം, അങ്ങനെയുള്ളതായ കാനനം, അത്രയും ആ പക്ഷി പ്രണയിയായ കാനനവും അങ്ങയുടെ തൃക്കാലുകളുടെ സ്പർശമേറ്റ് പുളകം കൊണ്ട് നിൽക്കുന്ന കാനനം, ഇതെല്ലാം എന്ത് ചെയ്തു? താഹ ആ സ്ത്രീകളുണ്ടല്ലോ, എവിടെ നിന്ന്? ആ വീട്ടിൽ നിന്ന് ആലോചിക്കുന്ന സ്ത്രീകള്. താഹ വ്രജാംഗനാഹ ആ വ്രജവനിതകള് ധന്യധന്യം മനു ഭാഗ്യം ചെയ്തവര് ഭാഗ്യം ചെയ്തവര് എന്ന് അമാനയെന്ന് ബഹുമാനിച്ചു. അത്ര ആരെയൊക്കെ ബഹുമാനിച്ചു? ഖേജരീഹി ആകാശത്തിൽ നിൽക്കുന്ന ദേവതകളെ ബഹുമാനിച്ചു. പോരാ, ഖഗങ്ങളെയും മൃഗങ്ങളെയും പശുക്കളെയും
അങ്ങയുടെ പാദസ്പർശമേൽക്കുന്ന കാനനത്തെ തന്നെയും അവര് ബഹുമാനിച്ചു എന്ന്. എന്തൊരു ഭാഗ്യം ആ കാടിന്! അങ്ങയുടെ കാലടിപ്പാടുകൾ കൊള്ളുന്നുണ്ടല്ലോ, അങ്ങയുടെ പാദസ്പർശമേറ്റ് രോമാഞ്ചം മണിഞ്ഞതായ വൃന്ദാവനമേ എന്ന് വൃന്ദാവനത്തെ ബഹുമാനിച്ചു. അല്ലയോ പക്ഷികളെ, മൃഗങ്ങളെ, ഭഗവാന്റെ മദനാരവിന്ദത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വീഴുന്ന ഓടക്കുഴൽ നാദത്തെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ എത്ര ധന്യരാണ് എന്ന്. ആകാശ സഞ്ചാരികളായ ദേവസ്ത്രീകളെ, ഒരു ശങ്കയും ഒരു മറവുമില്ലാതെ ഭഗവത് സ്വരൂപത്തെ കാണാൻ പറ്റുന്ന നിങ്ങൾ എത്ര ധന്യരാണ് എന്ന് ഓരോരുത്തരുടെ ധന്യതയെയും വാഴ്ത്തുകയാണ് ഗോപസ്ത്രീകൾ. അതുകൊണ്ട് താഹ നമാന എന്ന് പറഞ്ഞു അവരങ്ങോട്ട് ബഹുമാനിച്ചു എന്ന്. എന്നിട്ട് എന്തൊക്കെയാ നോക്കൂ. നിർവിശങ്ക ഭവദംഗ ദർശിനിഹി. നിർവിശങ്കം എന്ന് പറഞ്ഞാൽ സംശയലേശമില്ലാതെ, ശങ്ക കൂടാതെ, ഭവദംഗ ദർശിനിഹി അങ്ങയുടെ ശരീരാവയവങ്ങളെ കാണുന്നവരായ ഖേജരീഹി ദേവസ്ത്രീകളെയും ദ്വിതീയ ബഹുവചനായിട്ട് പറഞ്ഞു. ഖഗമൃഗാൻ ഖഗങ്ങള് പക്ഷികള്, മൃഗാൻ മാനുകളെയും, പശൂനവി മറ്റു മൃഗങ്ങളെയും, ത്വത്പദ പ്രണയി കാനനം അങ്ങയുടെ പാദത്തെ സ്പർശം കൊണ്ട് പ്രണയം തോന്നുന്ന രോമാഞ്ചമണിഞ്ഞിരിക്കുന്ന കാനനത്തെയും, താഹ ആ വ്രജാംഗനകള്, ധന്യ ധന്യമിതി അമാനയൻ ഭാഗ്യം ചെയ്തവര്, ഭാഗ്യം ചെയ്തവര് എന്ന് പറഞ്ഞ് ബഹുമാനിച്ചു. ആ ദേവസ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ്, ഖഗങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, മൃഗങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, പശുക്കൾ ഭാഗ്യം ചെയ്തവരാണ്, ആ കാനന ഭൂമി ഭാഗ്യം ചെയ്തതാണ് എന്ന് ബഹുമാനിച്ചു അത്രേ എന്ന്. അപ്പൊ നിർവിശങ്ക ഭവദംഗ ദർശിനീഹി ഖേചരീഹി ഖഗമൃഗാൻ പശൂനവി ത്വത്പദ പ്രണയി കാനനം ച താഹ ധന്യധന്യം നനു ഇതി അമാനയൻ. അടുത്തത് ഓടക്കുഴലിന്റെ ഭാഗ്യത്തെ കുറിച്ച് അവര് ഒരു ദിവസമെങ്കിലും നമുക്കും ആ ഓടക്കുഴലിന്റെ ഭാഗ്യം കിട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഓടക്കുഴൽ എപ്പോഴും ഭഗവാന്റെ അധരത്തിൽ ഇരുന്നു കൊണ്ട് ആ അധരാമൃതത്തെ പാനനം ചെയ്യുന്നുണ്ടല്ലോ. ആ ഭഗവാന്റെ അധരാമൃത പാനം ചെയ്യുവാൻ ഞങ്ങൾക്കും ഗതി വരുത്തുമോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കോളൂ. ആപിവേയമധരാമൃതം ഗദ വേണുഭുക്തരസശേഷമേകദ ദൂരദോപദകൃതം ദുരാശയേത്യാകുലാമുഹുരിമാസമാമുഹൻ. ഇപ്പൊ എന്താണ് വേണുഭുക്തരസശേഷം അധരാ അല്ല ആപിവേയം അധരാമൃതം കഥ വേണുഭുക്തരസശേഷം ഏകദ ദൂരദ ബദ്ധ കൃതം ദുരാശയ ഇതി ആകുലാഹ മുഹുഹു ഇമാഹ സമാമുഹൻ. എന്ത് ചെയ്തു? വേണുഭുക്തരസശേഷം ആ ഓടക്കുഴൽ അനുഭവിച്ചതിന്റെ ബാക്കി എന്നും അനുഭവിക്കുന്നുണ്ട്. ഓടക്കുഴല് ഭഗവാന്റെ അധരാമൃതത്തിലെ രസത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അധരാമൃതത്തെ കഥ എപ്പോഴാണാവോ ഏകഥ ഒരിക്കലെങ്കിലും ആപിധേയം ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയുക എന്ന്, എനിക്ക് ആസ്വദിക്കാൻ കഴിയുക എന്ന്. എങ്ങനെയാണ്, എപ്പോഴാണ് എനിക്ക് ആ അധരാമൃതം ഒരിക്കലെങ്കിലും പാനം ചെയ്യാൻ സാധിക്കുക? ദൂരദഹാബദ അക്കാര്യം ദൂരദഹ നടക്കാൻ പോണ കാര്യമല്ല, അത് അകലെയാ. ബദാന്ന് പറഞ്ഞ കഷ്ടം. ദുരാശയാകൃതം ഞാൻ ദുഷ്ടബുദ്ധി കൊണ്ട് എന്റെ ആഗ്രഹത്തിന്റെ കൂടുതൽ ദുരാശ കൊണ്ട് ആലോചിച്ചേന്നുള്ളൂ. അങ്ങനെ ഭഗവാന്റെ ധരാമൃതം പാനം ചെയ്യാനൊന്നും നമുക്ക് ഭാഗ്യം കിട്ടാൻ പോണില്ല. ആ ഒരു ആശ തന്നെ ദുരാശയാണെന്ന്. ഇതി എന്ന് ഇമാഹ ഈ ഗോപസ്ത്രീകള് ആകുലാഹ പ്രേമപാരവശ്യം കൊണ്ട് മുഹുഹു സമാമുഹൻ വീണ്ടും വല്ലാതെ മോഹിച്ചു എന്ന്. ഭഗവാന്റെ ആ അധരാമൃതത്തെ ഞങ്ങൾക്കും പാനം ചെയ്യാൻ സാധിക്കുമോ? ഞങ്ങളുടെ ആശ അസ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ കാമപരവശകളായി വല്ലാതെ വിഷമിച്ചു എന്ന്. അതാണ് അർത്ഥം. അതായത് ഇത് പറഞ്ഞപ്പോഴാണ് ഇതേ ലീലാസുകര് ഒരു ശ്ലോകമുണ്ട്. എന്താണെന്നറിയോ? അയി മുരളി മുകുന്ദസ്മേര വക്രാരവിന്ദസ്വസന മധുര സംജ്ഞേ ത്വം പ്രണമ്യദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്യം ഭവത്യം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോഹോ. അതിൽ പറയണ അയി
അനുഭവിക്കുന്ന വക്രത്തിന്റെ ശ്വസനം, ആ ശ്വാസത്തിന്റെയും വക്രാരവിന്ദത്തിന്റെയും അങ്ങനെ തന്നെ അനുഭവിച്ചറിയുന്ന ഓടക്കുഴലേ, എന്താണ് നീ എന്ത് ചെയ്യണം? അധര സമീപം പ്രാപ്തവത്യം ഭവത്യാം. ഓടക്കുഴലേ, നീ എപ്പോഴെങ്കിലും ആ ഭഗവാന്റെ ചുണ്ടോട് അടുപ്പിക്കുമ്പോഴേ നിന്റെ ഒരു ഭാഗം കാതിന്റെ വരെ നീളില്ലേ? നീ ചുണ്ടിൽ അടുപ്പിച്ചു നിൽക്കുമ്പോൾ മറുവശം ഭഗവാന്റെ കാതിന്റെ അടുത്തേക്ക് വരില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യോ, കഥയ രഹസി കർണേ, ആ ഭഗവാന്റെ കാതിലെ രഹസ്യമായിട്ടൊന്ന് ഓതുമോ? എന്ത് മദ്ദശാം, ഞങ്ങൾക്കും ഇതിനൊക്കെ കൊതിയുണ്ട് എന്ന് ഒന്ന് ഓടക്കുഴലേ നീ ആ ഭഗവാന്റെ ചെവിടിൽ പറയുമോ എന്ന്. നദ്ദശം നന്ദസൂനോഹോ, നന്ദസൂനോഹോ കർണേ, ആ നന്ദസൂനുവിന്റെ കർണത്തിൽ മദ്ദശാം കഥയ, എന്റെ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുമോ എന്ന്. നീ ദിവസവും അതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന്. ഇതിലെ ഇത് പറഞ്ഞപ്പോ പറയാണ്, ഗോപസ്ത്രീകൾ ഒരു ദിവസം ഓടക്കുഴലിനെ വിളിച്ചു അത്രേ. എന്നിട്ട് ഓടക്കുഴലിനോട് ചോദിക്കുകയാണ്, നീ എന്തു തപസ്സാണ് ചെയ്തിട്ടുള്ളത്? എന്ത് ഭാഗ്യമാണ് നീ ചെയ്തിട്ടുള്ളത്? നിനക്ക് ഭഗവാന്റെ അധരസ്പർശവും, ഭഗവാൻ എപ്പോഴും അവിടെ ഇല്ലെങ്കിൽ ഇടുപ്പിൽ കുത്തിയിരിക്കും, എവിടെയെങ്കിലും നിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഒരു നിമിഷം പോലും ഉപേക്ഷിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഭഗവത് സാമീപ്യത്തെ കാക്ഷിക്കുന്നവരാണ് ഞങ്ങൾ, പക്ഷെ ഞങ്ങൾക്കത് കിട്ടണില്ലല്ലോ എന്ന് ഗോപസ്ത്രീകൾ ചോദിച്ചപ്പോ ഓടക്കുഴൽ പറയാത്രേ, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം, ഞാൻ ആകെ എന്റെ ഉള്ളിലൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഓടക്കുഴലിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഉള്ളു മുഴുവൻ പൊള്ളയാ. ഉള്ളു മുഴുവൻ പൊള്ളയല്ലേ? ഞാൻ ഉള്ളിൽ വേറൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഭഗവാൻ എന്നെ ഇങ്ങനെ സ്വീകരിച്ചത്. നിങ്ങളും അതുപോലെ ഉള്ളിൽ മറ്റൊന്നും വെക്കാതെ സർവാത്മന ഭഗവാനെ പ്രാപിച്ചാൽ നിങ്ങളെയും ഭഗവാൻ സ്വീകരിക്കുമെന്ന് മറുപടി പറഞ്ഞു കൊടുത്തു അത്രേ ഓടക്കുഴൽ എന്നാണ്. ആ ഓടക്കുഴലിന്റെ ഭാഗ്യം ഞങ്ങൾക്കില്ലല്ലോ എന്നാണ് ഗോപികമാരിവിടെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഭഗവാന്റെ അധരാമൃതത്തെ നിത്യം പാനം ചെയ്യുന്ന ഓടക്കുഴല്, അതനുഭവിച്ച് ബാക്കിയുള്ള അധരാമൃതത്തെ പാനം ചെയ്യാൻ എനിക്ക് എന്നാണാവോ പറ്റുക? ഉടനെ തോന്നി, അത് നടക്കണ കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ദുരാശ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും കാമപരവശകളായി മോഹിച്ചു വീണു അത്രേ ആ ഗോപസ്ത്രീകൾ എന്ന് വളരെ ആലങ്കാരികമായിട്ടാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചത്. അത് നോക്കൂ, വേണു ഭുക്തരസശേഷം അധരാമൃതം. വേണു എന്ന് പറഞ്ഞാൽ ഓടക്കുഴല്, വേണു ഭുക്തരസശേഷം, ആ ഭഗവാൻ ഓടക്കുഴൽ അനുഭവിച്ച് ബാക്കിയുണ്ടായിട്ടുള്ള അധരാമൃതം, ആ അധരാമൃതത്തെ കഥാ ഏകദാ അഭിവേയം, എപ്പോഴാ ഞാൻ ഒരിക്കൽ പാനം ചെയ്യാൻ സാധിക്കുക? ദൂരത, അത് നടക്കൽ കാര്യം അകലെയാണ്. ദൂരത നടക്കാൻ പോണില്ല, അത് വളരെ അകലെയാണ്. ദത്ത കഷ്ടം, ദുരാശയാകൃതം, പക്ഷേ ആഗ്രഹിച്ചു പോയി. ദുരാശയാണെന്നറിയാം, എന്നാലും കിട്ടാക്കനിക്ക് വേണ്ടി ആശിച്ചു പോയി എന്നർത്ഥം. ഇതി എന്ന് ഇമാഹ ആകുലാഹ മുഹുഹു സമാമുഹൻ, ഇങ്ങനെ ആകുലരായിട്ടുള്ള ഇവര് മോഹിച്ചു പോയത്രേ ഈ ഗോപവനിതകള് എന്നാണ്. വേണുഭുക്തരസശേഷം അധരാമൃതം കഥാ ഏകദാ ആവിവേയം ദൂരദഃ ബദ ദുരാശയാ കൃതം ഇതി ഇമാഹ ആകുലാഹ മുഹുഹു സമാമുഹൻ. അടുത്തതിൽ പറയാം, ഇങ്ങനെ പ്രത്യഹംസ പുനരിത്തമംഗനാശ്ചിത്തയോനി ജനിതാദനുഗ്രഹാത് ഭദ്ദരാഗവിവസാസ്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. പ്രത്യഹം, ദിവസം തോറും എന്ത് ചെയ്തു? പുനഃ, വീണ്ടും, ഇത്തം, ഇപ്രകാരം. പദം പിരിക്കുമ്പോ പ്രത്യഹം ച പുനഃ ഇത്തം, ഇങ്ങനെ തന്നെ. ചിത്തയോനി ജനിതാത്, ചിത്തമാണ് യോനിയായത്, ഉണ്ടായത് മനസ്സിലാണ്, അതുകൊണ്ട് ചിത്തയോനി ജനിതാത് എന്ന് പറയാണ്. മനസ്സിൽ ഉണ്ടായിട്ടുള്ളതായ എന്ത് ചെയ്തു? അനുഗ്രഹാത്, കാമദേവൻ നൽകിയ അനുഗ്രഹമായിരുന്നു അത്. ചിത്തയോനി എന്ന് പറഞ്ഞാൽ ചിത്തത്തിൽ ഉണ്ടാകുന്നവൻ, മനസിജൻ, ചിത്തജൻ, കാമദേവന് പേര്. അപ്പൊ ചിത്തയോനി ജനിതാത്, കാമദേവനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹത്താൽ, കാമാനുഗ്രഹത്താൽ ത്വയി ബദ്ധരാഗ വിവശാഹ, ആ കാമദേവൻ മനസ്സിൽ നന്നായിട്ട് പ്രവർത്തിച്ചു ഈ ഗോപികമാരുടെ ഉള്ളില്. അപ്പൊ ഗോപികമാർക്ക് ഭഗവാനോട് കൂടുതൽ ആസക്തി തോന്നി.
ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് ബദ്ധരാഗ വിവശാഹ. ആ വിവശത രാഗം അനുരാഗം അങ്ങോട്ട് ബദ്ധമായി കെട്ടിപ്പിണഞ്ഞു കിടന്നു. അങ്ങനെ ത്വയി പ്രഭു, ആരിലാണ്? ഹേ ഗുരുവായൂരപ്പ, അങ്ങയിലെ വല്ലാത്ത പ്രേമം വർദ്ധിച്ചത് കൊണ്ട് ഇഹ ഇവിടെ ഈ ലോകത്തിലാണ് ഇരിക്കുന്നതെങ്കിലും കൃത്യമൂഢതാമബഹു, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു നിലയിലേക്ക് എത്തിച്ചു. എല്ലാവരും അങ്ങനെ മോഹിച്ചു വശായിട്ട് കിങ്കർത്തവ്യ മൂഢകളായി. കാരണം എന്താ? ഗോപസ്ത്രീകൾ ഓരോ ദിവസവും കാമദേവൻ നൽകിയ അനുഗ്രഹത്താൽ കാമപാരവശ്യം കൊണ്ട് അങ്ങയുടെ പേരിൽ പ്രേമം വർദ്ധിച്ചത് കൊണ്ട് ഈ ലോകത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതിയിൽ എത്തിച്ചേർന്നു എന്നർത്ഥം. അതായത് പറയണ കാമദേവൻ ഇവിടെ ബന്ധനം ഉണ്ടാക്കുകയാണ്. കാമദേവൻ മനസ്സിൽ വരുമ്പോഴാണ് ഒരാളുടെ ആസക്തി തോന്നുന്നത്. അത് ഭഗവാൻ അല്ലാതെ വേറെ ഒരാളാണെങ്കിൽ അത് അനുഗ്രഹമാവില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ചിത്തയോ നിജനിദാനുഗ്രഹാത് എന്ന് പറഞ്ഞ. ചിത്തയോനി എന്ന് പറഞ്ഞ കാമദേവനാണ്. ചിത്തത്തിൽ ജന്മമുള്ളവൻ ചിത്തയോനി കാമദേവൻ. ആ കാമദേവനാൽ ജനിപ്പിക്കപ്പെട്ടതാണ് ഈ എന്താ പറയാ ആഗ്രഹം. ഈ ആഗ്രഹം അനുഗ്രഹമായി. എന്തുകൊണ്ടാണ് അനുഗ്രഹമായത്? ആ ആഗ്രഹം ഭഗവാനായിട്ടായതായതുകൊണ്ട്. ഭഗവാനോടാണല്ലോ ഇവർക്ക് ആഗ്രഹം. അതുകൊണ്ട് അത് അനുഗ്രഹമായി മാറി. അങ്ങനെ അനുഗ്രഹമായി മാറിയത് കൊണ്ടുള്ളതായ പ്രേമ പാരവശ്യത്താൽ ഇഹ ഈ ലോകത്തില് കൃത്യമൂഢതാമബഹു, എന്തു ചെയ്യണം എന്നറിയാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ വ്രജാംഗനകൾ എത്തിച്ചേർന്നു എന്ന് പറയാൻ. ഹേ പ്രഭോ, അങ്കനാഹ, അങ്കനകള് സ്ത്രീകള്, ഗോപസ്ത്രീകള്, പുനഃ പ്രത്യഹം ദിവസവും ഇത്തം ചിത്തയോനി ജനിതാത് അനുഗ്രഹാത്, കാമന്റെ അനുഗ്രഹത്താൽ ത്വൈബദ്ധരാഗ വിവശാഹ, അങ്ങയിൽ വല്ലാത്ത പ്രേമം വർദ്ധിച്ചത് കൊണ്ട് നിത്യമിഹ കൃത്യമൂഢതാം ആബഹു, ഇവിടെ അവരെ എന്തു ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതിയെ പ്രാപിച്ചു. ആബഹു എന്ന ആബുധാതുവിന്റെ ലിട്ട പ്രഥമ പുരുഷൻ ബഹുവചനം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമൂഢതയാണ് പ്രാപിച്ചത്. എന്താ കാരണം? ത്വയിബദ്ധരാഗ വിവശാഹ, അങ്ങയിലായിരുന്നു മനസ്സ്, വേറൊന്നിനും മനസ്സ് പോവില്ല. അപ്പൊ എന്താ വീട്ടിൽ ചെയ്യേണ്ട? പാല് കാച്ചണോ കറക്കണോ ഒന്നും ചിന്തയില്ല. സർവത്ര ഭഗവാനെ തന്നെ ചിന്ത. ഇത് ചിന്ത വരാൻ കാരണം ആരാണ്? ചിത്തയോനിജൻ, ആ കാമദേവൻ. ആ കാമദേവൻ ഇവർക്ക് ഭഗവാനോടുള്ള താല്പര്യത്തെ വർദ്ധിപ്പിച്ചു. അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്തായി? അവർക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല. സ്ഥലകാല ഭ്രമം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. അങ്ങനെ അവരെ പാട്ടിലാക്കി. ആര്? കാമദേവൻ. കാമദേവൻ പാട്ടിലാക്കിയത് അനുഗ്രഹമായി. അവരുടെ മനസ്സ് ഭഗവാനിൽ കെട്ടുപിണഞ്ഞു കിടന്നു എന്നർത്ഥം. മഹാപ്രഭുവായ ഭഗവാനെ ഗോപസ്ത്രീകളൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ കാമദേവൻ നൽകിയതായ അനുഗ്രഹത്താൽ ഭഗവാന്റെ പേരിൽ പ്രേമം വർദ്ധിച്ചത് കാരണം ഏതു സമയത്തും ഇവിടെ എന്ത് ചെയ്യണ്ടു എന്നറിയാതെ ഭ്രമിച്ചു നിന്നു എന്നർത്ഥം. ഹേ പ്രഭോ, അങ്കനാഹ പുനഃ പ്രത്യഹം ഇത്തം ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് ത്വയി ബദ്ധരാഗ വിവശാഹ നിത്യമിഹ കൃത്യമൂഢതാം ആബുഹു ച. ഇതുവരെയുള്ളത് രഥോദ്ധത എന്നുള്ള വൃത്തമാണ് നമ്മൾ പഠിച്ചത്. രാമരാവിഹ രഥോദ്ധതോ എന്ന്. ഇനി അടുത്തതില് ശാലിനി എന്ന വൃത്തം വരികയാണ് ഒരൊറ്റ ശ്ലോകത്തിൽ. വൃത്തം മാറി. ശാലിനി എന്ന വൃത്തം ഏതാണ്? ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജ ശാലിനിയാണ്. ഇവിടെ നോക്കൂ. രാഗസ്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോ വായോ യത്നദസ്യ നവസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം പാഹി മാം മരുദേശ. അതിലെന്തൊക്കെയാണ്? രാഗഃ താവത് ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായഃ യത്നദഃ സ്യാദ് ന വാ സ്യാദ് താസാം തു ഏകം തദ്വയം ലബ്ധം ആസീത് ഭാഗ്യം പാഹി മാം മാരുദേശ. എന്താണ് ഭാഗ്യം എന്ന് പറഞ്ഞു? ഭാഗ്യാണ് അവർക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മാരുദേശ മാം പാഹി, ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ എന്താണ് പറയുന്നത്? രാഗം എന്ന് പറഞ്ഞാൽ അനുരാഗം, പ്രേമം എന്നർത്ഥം. രാഗ താവത്
സ്വഭാവാത് ജായത. സ്വാഭാവികേന ഉള്ളില് കാമം എന്നുള്ളത് ഉണ്ടാകും. ആ പ്രേമപാരവശ്യം സ്വഭാവേന എല്ലാവർക്കും ഉണ്ടാകും. അത് എല്ലാവർക്കും കിട്ടുന്ന സ്വഭാവമാണ്. മോക്ഷോപായ, മോക്ഷത്തിനുള്ള മാർഗം യത്നത, വളരെ പരിശ്രമിച്ചാലും സ്യാദ് നാവാസ്യ, ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കാം, നടക്കാതിരിക്കാം. എന്നാൽ താസാം പ്രജാങ്കനാനാം, ആ വ്രജവനിതകൾക്കാകട്ടെ തദ്വയം ഏകം ലബ്ധമാസീത്, അത് രണ്ടും ഒരേ ഇടത്ത് വെച്ച് കിട്ടി. രാഗം തന്നെ മോക്ഷോപായമായി മാറി. അതാണ് അവരുടെ പടുക്ക്. കാരണം സാധാരണ കാമപാരവശ്യം എന്നുള്ളത് എല്ലാ ജനങ്ങളിലും തോന്നുന്ന ഒരു വികാരമാണ്. മോക്ഷത്തിനുള്ള ഉപായം എന്നുള്ളത് ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാവില്ല. എന്നാൽ ഇവർക്ക് രണ്ടും ഒരേ ഇടത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ് ഭാഗ്യം. മഹാഭാഗ്യവതികളാണ് അവര് എന്നർത്ഥം. അതായത് ഗോപസ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശകത്തെ ഉപസംഹരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വന്തം കാന്തൻ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനിൽ കാമം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രേമം ഉണ്ടാകുന്നത് എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കണ്ട, സ്വഭാവേന ഉണ്ടാകുന്ന നേച്ചറാണത്. എന്നാൽ അത് സ്വയം ഉണ്ടായിക്കൊള്ളും. മോക്ഷ കാരണം ഭഗവത് പ്രേമമാണ്. ആ ഭഗവത് പ്രേമം ഉണ്ടായാലേ മോക്ഷത്തിനുള്ള വഴി തരികയുള്ളൂ. അത് സാധാരണ പ്രയത്നം കൊണ്ട് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, രണ്ടും സംഭവിക്കാം. ഇതാണ് സാമാന്യ ലോകത്തിലെ സ്വഭാവം. അതുകൊണ്ട് കാമപാരവശ്യം ഉണ്ടായി, അത് ഭഗവത് പ്രേമം ഉണ്ടായില്ല എന്നൊക്കെ വരാം. ഭഗവത് പ്രേമം ഉണ്ടായാൽ മോക്ഷമാർഗമാണ്. കാമപാരവശ്യം എന്നുള്ളത് സ്വഭാവേന ഉണ്ടാകുന്നതാണ്. ഇത് രണ്ടും ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ തന്നെ കാന്തനായി ഭവിച്ചുവല്ലോ. അതുകൊണ്ട് അവർക്ക് ഭാഗ്യമായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ തോന്നിയതായ പ്രേമം അല്ലെങ്കിൽ കാമവികാരം തന്നെ ഭഗവത് പ്രേമമായതുകൊണ്ട് അത് മോക്ഷോപായമായി മാറി. അത് മോക്ഷത്തിന് കാരണമായി ഭവിച്ചു. അതുകൊണ്ട് ആ പ്രേമം നിഷ്പ്രയാസം ഗോപസ്ത്രീകൾക്ക് ലഭിച്ചു എന്നർത്ഥം. അതായത് ഒരേ കാര്യം അല്ലെ, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയണ പോലെയാണ്. ഒരേ കാര്യം രണ്ടിലേക്ക് കൊണ്ടുവന്നു. രണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ആ ഗോപികമാരുടെ ഭാഗ്യമാണ് എന്ന്. അതുപോലെ ഗോപസ്ത്രീകളുടെ സ്ഥിതി, അവർക്ക് പ്രേമം അല്ലെങ്കിൽ ആ കാന്തനോടുള്ള പ്രിയം ഇഷ്ടമാണ്. അത് ഭഗവാനെ കുറിച്ച് ആയി തീർന്നത് അനുഗ്രഹമായി മാറി. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് എന്ന്. ചിത്തയോനി ഈ മനസ്സിൽ തോന്നുന്നത് അനുഗ്രഹമായത് എന്തുകൊണ്ടാണ്? ഭഗവാനോടാണ് അവർക്ക് പ്രേമം തോന്നിയത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞത് അവരുടെ ഭാഗ്യമാണ് എന്ന്. അതുകൊണ്ട് ഇപ്പൊ ഗുരുവായൂരപ്പ, അങ്ങും എനിക്ക് അങ്ങയോടാണ് പ്രേമം, അതുകൊണ്ടാണ് അങ്ങയെ കുറിച്ച് ഞാൻ സ്തോത്രങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന സ്തോത്രങ്ങളൊക്കെ ഞാൻ എഴുതുന്നുണ്ടല്ലോ. എനിക്കിപ്പൊ അങ്ങയോടാണ് ഏറ്റവും വലിയ ആഗ്രഹം, ഭക്തി. ആ ഭക്തി മോക്ഷത്തിനുള്ള ഉപായമാണ്. എന്റെ രോഗമോക്ഷം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ രോഗത്തിൽ നിന്ന് എന്നെ മുക്തനാക്കണേ. മോക്ഷോപായമാണ് ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ഗോപികമാരെ പോലെ അവർക്ക് ഭാഗ്യം, എനിക്കും ആ ഭാഗ്യം തരണേ എന്നാണ്. എനിക്ക് മോക്ഷം തരണേ എന്ന് വെച്ചാൽ ഇവിടെ രോഗത്തിൽ നിന്ന് മുക്തി തന്ന് എന്നെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? രാഗഹ താവത് സ്വഭാവാത് ഹി ജായതേ മോക്ഷോപായഃ യത്നതഃ സ്യാദ് ന വാ സ്യാദ് താസാം തു തദ്വയം ഏകം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം ഹേ മാരുദേശ ത്വം മാം പാഹി എന്നാണ്. ഒന്നുകൂടെ, രാഗഹ താവത് സ്വഭാവാത് ഹി ജായതേ മോക്ഷോപായഃ യത്നതഃ സ്യാത് ന വാ സ്യാത്, ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. താസാം തു, ആ ഗോപസ്ത്രീകൾക്കാകട്ടെ തദ്വയം ഏകം ലബ്ധമാസി, രണ്ടും ഒന്നായിട്ട് അങ്ങോട്ട് കിട്ടി. ഭാഗ്യം ഭാഗ്യം, അതെങ്ങനെയൊക്കെ വീഴോ? ഒരു ചാൻസ് അല്ലെ, അതവർക്ക് കിട്ടി. ഹേ മാരുദേശ ത്വം മാം പാഹി, എന്നെ അങ്ങ് രക്ഷിക്കണമേ എന്ന്. അതായത് ഭക്തിയുടെ ഉദ്ദേശം എപ്പോഴും എന്താ? നമ്മളെ അലൗകികമായ ലോകത്തിലേക്ക്, നിശ്രേയസത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭക്തിയുടേതായ ഉദ്ദേശം തന്നെ. അദൃശ്യനായ ഭഗവാൻ, ഇവർ അപരോക്ഷമായിട്ടുള്ള ഭഗവാൻ, പരോക്ഷമായിട്ടുള്ള ഭഗവാന് പരോക്ഷമതി എന്ന് പറഞ്ഞു. അവർ കണ്ണോണ്ട് കണ്ടിരുന്നില്ലെങ്കിലും ഈശ്വരന്റെ ഗുണമഹിമകളെ, ഈശ്വരന്റെ ഗാനങ്ങളെ തന്നെ സ്മരിച്ച് ചിന്തിച്ച് അതിലെന്താ ഈ തന്മയത്വം, താതാത്മ്യം എന്നൊക്കെ പറയില്ലേ,
ആ താതാത്മ്യത്തെ പ്രാപിച്ച് വിവശരായി തീർന്നു ഈ ഗോപികമാര് എന്ന് പറയണം. അങ്ങനെ ആയപ്പോഴേ അവർക്ക് ഈ ലൗകികമായ കുറിച്ച് കൃത്യവിമൂഢത എന്നാ പറഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അവരെത്തി. അതുകൊണ്ട് ലൗകികമായ കാര്യങ്ങളിൽ നിന്നും അവര് മാറിപ്പോയി. ഇത് എളുപ്പമാണോന്ന് വെച്ചാ യത്നദഹാസ്യാദ് എന്ന് പറഞ്ഞു. ഇത് എളുപ്പമല്ല, ചിലപ്പോ ഉണ്ടാകാം, ചിലപ്പോ ഉണ്ടാകാതിരിക്കാം. അത് ലഘൂകരിച്ചും ആകർഷകവുമാക്കി തീർക്കാനായിട്ട് ഇവർ തന്റെ പ്രിയതമനായി തിരഞ്ഞെടുത്തതും ഭഗവാനെ. ആ ഭഗവാനിലാണ് പ്രേമഭക്തിയെ വെച്ചത്. അത് മോക്ഷത്തിനുള്ള വഴിയായിട്ട് മാറി. അതുകൊണ്ട് താസാം തദ്വയം ഏകം ലബ്ധമാസീത്, അത് രണ്ടും അവർക്ക് കിട്ടി എന്നാണ്. അങ്ങനെ നമുക്ക് പറയാണ് എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കാൻ വഴി തേടേണ്ടത് എന്ന് ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നു. പരമയാഭക്തിയ, പരമഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് പ്രേമഭക്തി ഉടലെടുത്ത് മനസ്സിന് സന്തോഷം തരും. അവസാനം അത് മോക്ഷോപായമായി മാറും എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് മുക്തി തരയണമേ എന്ന്. അതിനാണ് ഇവിടെ പറയാൻ. സന്തോഷം ആനന്ദമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ ഭഗവാങ്കൽ സമർപ്പിച്ചാൽ നമുക്കും ഇത് എളുപ്പമാണ്. ഗോപികമാർക്ക് കിട്ടിയതായ പ്രകൃതി എളുപ്പമായി തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. രാഗസ്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോപായോ യത്നദസ്യാം നവാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹിമാം മരുദേശ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചുരുക്കത്തില് നമുക്ക് ഭഗവത് ഭക്തി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ദശകത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. വ്യാസഭഗവാനും അതെ വേണുഗാനത്തെ പറഞ്ഞുകൊണ്ട് പറയാണ് ഈ മോക്ഷമാർഗം എന്നുള്ളത് ഭഗവാനിൽ മനസ്സിനെ വെക്കാനാണ്. പരോക്ഷമായിട്ടുള്ള വസ്തുവിനെ അപരോക്ഷ അനുഭൂതിയാക്കി മാറ്റാൻ പറ്റണം. അങ്ങനെ മാറ്റിയാൽ നമുക്ക് ഭഗവത് പാദത്തിൽ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ 59ാമത്തെ ദശകം നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാം, ഭഗവാന്റെ തൃപ്പാദങ്ങളില് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.